ഈ ഇങ്ങനല്ലേ ഇത് ഹൈബ്രിഡ് അല്ലേ ജാതി? ബഡ് ജാതി എല്ലാം. ആ ബഡ് നാടനും ഉണ്ട്. ഇത് കണ്ടോ, ഊതാണിത്. ഈ നിൽക്കുന്ന രണ്ടെണ്ണം കണ്ടോ? ഈ രണ്ടെണ്ണം. അങ്ങനത്തെ 24 ഊതുണ്ട്. 24 ഊതുണ്ട് അല്ലേ? ഇത് എത്ര ഇഞ്ചാവണം അത് അതിൻ്റെ ഇതെടുക്കണമെങ്കിൽ? അത് ശരിക്കും 10-30 ഇഞ്ചെങ്കിലും വന്നെങ്കിലാണ്. 30 ഇഞ്ച് എങ്കിലും വന്നാലാണ് മരുന്ന് കുത്തി വെക്കണം. അപ്പോൾ ശരാശരി ഇതിൻ്റെ വളർച്ച ഒരു വർഷം എന്തേലും ഉണ്ടാവും? ജാതി വളരുന്ന പോലെയാണ് വളരുന്നത് അതെയോ? 3 വർഷം കഴിഞ്ഞ സാധനം. 3 വർഷം കഴിഞ്ഞ സാധനം. അപ്പോൾ അത്യാവശ്യം വളർച്ച ഉണ്ട്. പിന്നെ വളർച്ചയുണ്ട്. നിൽക്കണ ഇവിടെ ഈ നിൽക്കുന്നത് ഇനി ഇതാണ് ഒരു അതിര്. ഈ മാട് ആ താഴത്തെ റബ്ബർ ഇത് അങ്ങത്തെ എൻ്റെ ആയിരുന്നു. അത് കൊടുത്തോ? ഇതാ ഞാൻ പറഞ്ഞുതരാം. ഇത് ഇങ്ങനെ ദീർഘത്തിൽ ഒറ്റ പുരയിടാം. 6 ഏക്കർ ഭൂമിയാണ്. അത് 3.5 ഏക്കർ കൊടുത്തു. ഇവിടുന്ന് താഴോട്ട് അങ്ങ് മുകളിലോട്ട് കൊടുത്തു. ബാക്കി 2.5 ഏക്കർ കഷ്ടിയുണ്ട്. അത് 2 ഏക്കർ ആധാരത്തിലുള്ളൂ. അപ്പം ബാക്കി മിച്ചമാണോ? റീസർവേ നടന്നാണോ? റീസർവേ ഒക്കെ ഞാൻ ചെയ്യിപ്പിച്ചതാ. കാരണം റീസർവേ പിന്നെ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇത് പോക്കുവരവ് ചെയ്യാതെ ഇരുന്നിട്ട് ഇത് കാരണം ഞങ്ങളുടെ വർഷങ്ങളായിട്ട് കാരണവന്മാരുടെ സ്വത്താണ്. അത് എനിക്ക് കിട്ടിയിട്ട് എനിക്ക് പോക്കുവരവ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഞാൻ സർവേരൊക്കെ അവിടെ മോറ്ററെ പോയി അവർ സർവേർ വന്ന് എല്ലാം ചെയ്ത് ക്ലിയർ ആക്കിയിട്ടാണ് ഭൂമിയാണ് റീസർവേ ചെയ്തേക്കണത്. കാരണം വന്നിട്ട് ചെയ്തിട്ടേക്കണതാ. ഇതുണ്ട്, ഇത് ഊത്, ഇതുണ്ട്, ഇതുണ്ട്, ഇത് ചന്ദനാണ്. ഇതും ചന്ദന. ഇത് കിണറ്. കിണറിനകത്ത് കുഴൽക്കിണറുണ്ട്. കിണറിനകത്ത് കുഴൽക്കിണറോ? ആ കുഴൽക്കിണറെല്ലാം പുറമെ നനയ്ക്കണത്. കിണറിനകത്ത് എങ്ങനെ കുഴൽക്കിണർ അടിച്ചു? അത് പണ്ട് ഈ കിണർ വെള്ളം പറ്റുമായിരുന്നു. ഒത്തിരി വർഷം മുമ്പ് ചെയ്തതാ. കുഴൽക്കിണർ അടിച്ചിട്ട് മോട്ടർ ഇറക്കി താഴോട്ട്. ഈ മോട്ടറിന്റെ പൈപ്പായിരുന്നു. അപ്പം വണ്ടി എവിടെ ഇട്ടു? മേളിലിട്ടു. അവിടെ വണ്ടി കയറി വരുന്നു. ഇവിടെ ലോറി വേറെ വഴിയുണ്ട്. പിന്നെ ഈ അതിൽ ഇവിടെ ഈ മഴ അങ്ങോട്ട് പോയല്ലേ? അങ്ങോട്ട് കാണിക്കാം. ഇത് കണ്ട അങ്ങോട്ട് ഈ മാടിങ്ങനെ ആ താഴത്തെ നമ്മുടെ ഇല്ല. ഇതായിരുന്നു ഞങ്ങളുടെ പഴയ തറവാട്. ഞങ്ങളൊക്കെ ജനിച്ച വീടായിരുന്നു. ഇത് ഞാൻ പുതിയ വീടുണ്ടാക്കാൻ വേണ്ടി തറ കെട്ടിയിട്ടാ. പിന്നെ വേണ്ടാന്ന് വെച്ചു. ഇതാണ് നിൽക്കുന്നത്. 2 ടവർ നിൽക്കുന്നത് അല്ലേ? 2 ടെലിഫോൺ ടവർ. പറഞ്ഞോ. മറ്റേ പൈസ കിട്ടിയോ? ഓക്കെ.
ഈ ഇതോട്ട് ആ റബ്ബറിന് ഇപ്പത്തേക്കുള്ള അതിൽ നേരെയുള്ള കയ്യാലേ ആ ആ നമ്മൾ ആ പള്ളക്കട പോകാനുള്ളതുകൊണ്ട് ആ ഇതന്നെ ഇത് പറിച്ച് നടാതെ പോയതാണ് ഇതന്നെ ഇങ്ങനെയായി പോയത്. ഇതെന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എനിക്കിവിടെ ഒരു വലിയ തേക്കുണ്ടായിരുന്നു. ആ ആ തൈക്കേന്ന് കുരു വീണ് മുളച്ചതാണ്. ആ ആ ഇതിനകത്ത് ഇടയ്ക്കുള്ള കുറേ ഞാൻ പറിച്ച് കളഞ്ഞു, ആ ബാക്കിയുള്ള അവിടെ നിർത്തി. ആ അങ്ങനെ സെറ്റായി നിൽക്കുന്നത്. ആ ഇങ്ങനത്തെയാണ് ജാതി വേണ്ടിയത്. ഇതാണ് ഇനി ഒരു മനുഷ്യർ മേടിച്ചാൽ ആ ഇതിന് പണി ഉണ്ടാവൻ ആ ഒന്നും ചെയ്യണ്ട. അതിങ്ങ് പറിച്ചോ. ഓക്കെ ഒരു സെക്കൻഡേ. ഈ കൊടി കെട്ടിക്കൊടുക്കാറുണ്ടല്ലേ? ഇട്ട് പിടിപ്പിക്കുന്നല്ലേ ഉള്ളൂ. ആ ഊത് നിൽക്കണോ? ഉവ്വ ഈ ഊതൊരു തൈക്ക് എന്നാ